സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭൗ ജയാജയൗ. സുഖത്തെയും ദുഃഖത്തെയും, ലാഭത്തെയും നഷ്ടത്തെയും, വിജയത്തെയും പരാജയത്തെയും ഒരുപോലെ സമമായി കാണാൻ ശീലിക്കുക. തതോ യുദ്ധായ യുജ്യസ്വനൈവം പാപമവാപ്സ്യസി. അതിനുശേഷം നിന്റെ കടമകൾ ചെയ്യാനായി നീ ഇറങ്ങിത്തിരിക്കുക. ഇങ്ങനെയുള്ള സമത്വബുദ്ധിയോടെ പ്രവർത്തിച്ചാൽ നിനക്ക് ഒരിക്കലും മനസ്താപമോ പാപമോ ഏൽക്കേണ്ടി വരില്ല. സമനിലയുള്ള മനസ്സ് ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നാണ്. സന്തോഷം വന്നാലും അതിയായി പറക്കാതെ, ദുഃഖം വന്നാലും തകർന്നു പോകാതെ, പ്രശംസ വന്നാലും അഹങ്കരിക്കാതെ, നിന്ന വന്നാലും വെറുക്കാതെ നിൽക്കുന്ന മനസ്സ്, അതാണ് സമത്വത്തിന്റെ സൗന്ദര്യം. സമത്വം യോഗ ഉച്യതേ. സമത്വം തന്നെയാണ് യോഗം. തിരമാലകൾ എത്ര ഉയർന്നാലും ആഴക്കടൽ ശാന്തമായി നിൽക്കുന്ന പോലെ പുറത്തെ സാഹചര്യങ്ങൾ മാറിയാലും അകത്തെ ശാന്തി നിലനിർത്താൻ കഴിയുന്നത് ആത്മവിദ്യയുടെ ലക്ഷണമാണ്. സമനിലയുള്ള മനസ്സ് പ്രശ്നങ്ങളില്ലാത്ത ജീവിതമല്ല, പ്രശ്നങ്ങൾക്കിടയിലും അകത്തെ വെളിച്ചം നഷ്ടപ്പെടാത്ത അവസ്ഥയാണ്. ലാഭവും നഷ്ടവും, വിജയവും പരാജയവും നമ്മുടെ കടമകളുടെ വഴിയിൽ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. ഫലത്തെക്കുറിച്ച് ചിന്തിച്ച് ഉത്കണ്ഠപ്പെടാതെ സമചിത്തതയോടെ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നവനെ ഒരു ദുഃഖത്തിനും തളർത്താൻ കഴിയില്ല. സാഹചര്യങ്ങൾ എപ്പോഴും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാകണമെന്നില്ല. മോശം സമയത്തും മനസ്സിന്റെ ശാന്തത കൈവിടാതിരിക്കുക. സമനിലയോടെയുള്ള നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മെ വിജയത്തിലെത്തിക്കുന്നത്.